നമസ്കാരം. നമസ്തേ. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC. ഇന്ന് ഞങ്ങളുടെ വൈദ്യശാസ്ത്ര ഗവേഷണ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ, അത്രയേറെ കഠിനാധ്വാനത്തിനും ഗവേഷണത്തിന് ശേഷം ഞങ്ങൾ ലോകത്തിനോട് ചില സത്യങ്ങൾ, ലോകം മുഴുവൻ അനുഭവിക്കുന്ന ഒരു മഹാവ്യാധിയാണ് അൽഷിമർ അഥവാ ഡിമെൻഷ്യ അഥവാ മേധാശക്തി, ഓർമ്മശക്തി കുറയൽ. 100-ൽ ഇന്ന് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു 65 പേർക്കെങ്കിലും ഓർമ്മക്കുറവ് അഥവാ ഡിമെൻഷ്യയുടെ സ്റ്റേജ് ഫസ്റ്റിലെത്തി. ഈ അൽഷിമർ എന്ന് പറയുന്ന 19ാമത്തെ ജനിതകത്തിന് വരുന്ന, ക്രോമോസോമിന് വരുന്ന തകരാറാണെന്നും അൽഷിമർ എന്ന രോഗം നമുക്ക് പിടിച്ചു കെട്ടാമെന്നും ഗവേഷകരായ ഞങ്ങൾ കണ്ടുപിടിച്ചു. ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്റർ വർഷങ്ങളായി രാപ്പകലില്ലാതെ നിശബ്ദമായി ഇതിൻ്റെ ഗവേഷണത്തിലായിരുന്നു. പക്ഷേ 100% എവിഡൻസ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്കിത് ലോകത്തിനോട് പറയുക എളുപ്പമല്ലായിരുന്നു. ഇതൊരു ഇൻഫോർമേഷൻ പർപ്പസ് ഓൺലി, നോട്ട് ഫോർ മെഡിസിനൽ യൂസ്, ലീഗൽ വാണിംഗ്. കാരണം ഞങ്ങളുടെ ഗവേഷണം ലോകത്തിനോട് പറഞ്ഞില്ലെങ്കിൽ അത് പൂഴ്ത്തിവെച്ചാൽ ഒരു പ്രയോജനവും സാധാരണക്കാർക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും അൽഷിമർ അഥവാ ഡിമെൻഷ്യയുടെ പ്രധാന കാരണങ്ങൾ 3 സ്റ്റേജ് വരെ ഭേദമാക്കാമെന്നും അതിൽ ട്യൂബുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, ഇത് ശരീരത്തിൽ മസ്തിഷ്കത്തിലുണ്ടാക്കുന്ന ആക്ട് ആസ് എ ഫണ്ടമെൻ്റൽ ബ്ലോക്ക്, മസ്തിഷ്കത്തിലുണ്ടാക്കുന്ന ബ്ലോക്കുകളെ മാറ്റാൻ ഈ ട്യൂബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ, ഇത് ഗ്ലോബുലിൻ ആൽബുമിൻ, ഇതൊരു ഗ്ലോബുലിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടീനാണ്. ഇത് ആവശ്യത്തിന് മസ്തിഷ്കത്തിലുണ്ടായാൽ ഡിമെൻഷ്യ അഥവാ അൽഷിമർ അഥവാ ഓർമ്മക്കുറവിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഗവേഷകരായ, അതിൻ്റെ ഗവേഷണ വിഭാഗം തലവനായ ഞങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു എൻ്റെ നേതൃത്വത്തിൽ. ഇത് പല ജേണലിലും വരാൻ തുടങ്ങി. അതിൻ്റെ പ്രധാനപ്പെട്ട 3 ന്യൂട്രിയൻസാണ് ഈ ട്യൂബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ, ഗ്ലോബുലൈസ്ഡ് പ്രോട്ടീന് വേണ്ടത്. പ്രധാനപ്പെട്ട 3 വൈറ്റാമിനുകളാണ് ഇതിൽ കളിക്കുന്നത്. അതിലൊന്ന് വൈറ്റമിൻ K3 എന്ന് പറയുന്ന മെനാഡിയോൺ. വൈറ്റമിൻ K3 പ്രകൃതിയിൽ ചീര, പച്ച ഇലക്കറികൾ, സ്പിനാച്ച്, ബ്രൊക്കോളി, സോയ എന്നിവയിൽ ഈ വൈറ്റമിൻ K3 ഉണ്ട്. ഇത് പകുതി വേവിച്ചേ കഴിക്കാവൂ എന്ന് മാത്രം, ഓർഗാനിക്. 2, വൈറ്റമിൻ C. ചിലപ്പോൾ ശരീരഭാരത്തിന് 1 ഗ്രാം വെച്ച്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡെയിലി 2000 ഗ്രാം എങ്കിലും, തുടക്കത്തിൽ 1000 mg എങ്കിലും വിറ്റാമിൻ C, അസ്കോർബിക് ആസിഡ്, ഡിമെൻഷ്യ അഥവാ ഓർമ്മക്കുറവുള്ള രോഗികൾ കഴിക്കണമെന്നാണ് ഞങ്ങളുടെ കണ്ടുപിടുത്തം. 3, B കോംപ്ലക്സിൽ 8 അംഗങ്ങളാണുള്ളത്. അപ്പോൾ B കോംപ്ലക്സ് ചില രോഗികൾക്ക് അമിത അളവിൽ വേണ്ടിവരും. B1 തിയാമിൻ, B2 റിബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 കാൽസ്യം പാൻറ്റോത്തനിക്, B7 ബയോട്ടിൻ, B9 ടാബ് ഫോളേറ്റ് അഥവാ ഫോളിക് ആസിഡ്, B12 സൈനക്കോ കൊബാലമിൻ. ഇനിയും 17, 18 ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ B കോംപ്ലക്സും വൈറ്റമിൻ K3യും ഒപ്പം വൈറ്റമിൻ Cയും സ്ഥിരമായി ആ ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്, നല്ല കമ്പനികളുടെ സപ്ലിമെൻറ്റ് രൂപത്തിലോ ഭക്ഷണത്തിലൂടെ കഴിക്കാൻ മടിയുള്ളവർ മാത്രം, അല്ലെങ്കിൽ ഭക്ഷണ രൂപത്തിലൂടെ ഈ 3 വൈറ്റമിൻ കഴിക്കുകയും അല്പം സൂര്യപ്രകാശം കൊള്ളുകയും 3 ലിറ്റർ വരെ പ്രായപൂർത്തിയായവർ, വൃക്ക രോഗികൾ ഒഴികെ വെള്ളം കുടിക്കുകയും ചെയ്താൽ നിങ്ങൾ വ്യായാമവും ധാതുക്കളടങ്ങിയ ഭക്ഷണവും കഴിച്ചാൽ നമുക്ക് അൽഷിമർ എന്ന മാറാരോഗമായിട്ടാണ് ഇതിന് മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ 3 സ്റ്റേജ് വരെ മാത്രം ഇത് ഭേദമാക്കാം. 4-ലും 5-ലും ഞങ്ങളുടെ ഗവേഷണം വിജയിച്ചോളണമെന്നില്ല. 4-ലും 5-ലും മെഡിക്കൽ മാനേജ്മെൻറ്റ്, മരണം, മേധാശക്തി പോയി എന്നുള്ളതാണ്. ആ 2 സ്റ്റേജുകൾക്കുള്ള പഠനം ഇനിയും വർഷങ്ങളെടുക്കും. തീർച്ചയായും ലോകസമസ്ത സുഖിനോ ഭവന്തു. നിങ്ങൾ 3 സ്റ്റേജ് വരെ എല്ലാ മാറാരോഗങ്ങളും ഇപ്പോൾ ഭേദമാക്കാമെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷേ അവസാന ഘട്ടത്തിൽ നിങ്ങൾ ICU, വെന്റിലേറ്റർ, എമർജൻസി, മെഡിക്കൽ മാനേജ്മെൻറ്റ്, പാലിയേറ്റീവ് എന്ന ഘട്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് തീർച്ചയായും പ്രകൃതിയിലേക്ക് മടങ്ങുക,
ഈ 3 വിറ്റാമിനുകൾ ഈ 3 വിറ്റാമിനുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അൽഷിമർ അഥവാ ഡിമെൻഷ്യയിൽ നിന്ന് രക്ഷപ്പെടുക. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഡയറക്ടർ AIMRC, ലോക സമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം. ആരും മേധാശക്തി ഓർമ്മശക്തി ഇല്ലാതെ മരിക്കാൻ ഇടവരാതിരിക്കട്ടെ. താങ്ക് യു, നമസ്തേ. ഒരു ഇൻഫോർമേഷൻ മാത്രം, ലീഗൽ വാണിംഗ്. ചികിത്സയല്ല. ചികിത്സയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരെ, ന്യൂറോളജിസ്റ്റുകളെ, ന്യൂറോ സയൻറ്റിസ്റ്റുകളെ സമീപിക്കുക. താങ്ക് യു.